ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റംസാൻ മാസത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി. അപ്പോൾ നേരെ വീഡിയോ കണ്ട് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസ് ഉള്ളിയും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, 4-5 പച്ചമുളകും അതേപോലെ തന്നെ ഒരു 8 വെളുത്തുള്ളി. ഇപ്പോൾ ഇതിൽ ഞാൻ പകുതി പോർഷന് ഉള്ളിയും അതേപോലെ തന്നെ ഒരു പകുതി പോർഷൻ മാത്രമേ ക്യാപ്സിക്കം എടുക്കുന്നുള്ളൂ. ഇനി എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം എത്രത്തോളം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും തിന്നാക്കിയിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ക്യാപ്സിക്കം ഇനി കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇനി ഇതാ ഉള്ളി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഹാഫ് പോർഷൻ മതി. ഇതും ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതൊക്കെ മാത്രമേ വെജിറ്റബിൾസിൽ വേണ്ടൂ, വേറൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്. ഇതായി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബോൺലെസ് പീസ് ചിക്കനാണ്. ഇത് നമുക്ക് ചെറുതാക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ വേവിച്ചതിന് ശേഷം ഷ്രെഡ് ചെയ്തിട്ടോ അങ്ങനെ എടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കിയെടുക്കുന്നുള്ളത്. ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വന്നപ്പം ഇതിലോട്ടേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക. അങ്ങനെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലോട്ടേക്ക് ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കലാന്ന്. വെളുത്തുള്ളി സോട്ടായത് വന്നാൽ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കല. ഇനി ചിക്കനിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കലാന്ന്. അങ്ങനെ ഇതാ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും പിന്നെ അതേപോലെ തന്നെ ഉള്ളി, ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കലാന്ന്. ഇങ്ങനെ ഇതാ ഉള്ളിയെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കുക്കായി വെന്ന് തുടങ്ങി അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി, അത്രേ വേണ്ടൂ. ഇനി ഇത് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു സെയിം പോട്ട് തന്നെ നമുക്കൊന്ന് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു 2 സ്പൂണോളം മൈദൻ്റെ പൊടി, ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതാ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാല. ഇത് മതിയാവും ഇതിന് മൊത്തത്തിൽ. അപ്പോൾ ഇതൊന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ലാണ്ട് കട്ടയൊന്നും ഇല്ലാണ്ട്. ഇതിലോട്ടേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിക്ക് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഒരു പിടിയോളം മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ എടുത്തിട്ടുള്ളത് സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സ്ലൈസ്ഡ് ചീസും ഇത് മതിയാവും. അപ്പോൾ ഇനി ഇതാ ഈ ഒരു ഷീറ്റിലോട്ടേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചീസ് ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്ലൈസ് ചെയ്തിട്ട്. അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ ഇഷ്ടമുള്ള ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സമൂസ ഷീറ്റാണ് അവൈലബിൾ എങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തിട്ടെടുത്താൽ മതി. ഇങ്ങനെ ഇതാ എല്ലാം ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും നല്ല പെർഫെക്റ്റ്ലി റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ല. അതിന് വേണ്ടിക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നുള്ളത്. ഇനി ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതാ റോളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള എന്നാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് എല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു റോളാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ന്യൂ വ്യൂവേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ബൈ.